മോള് ചെല്ലു. ഭർത്താവ് വന്നിട്ടില്ലേ? ഇല്ല, ഉടനെ വരും. കുടുംബൈശ്വര്യ പൂജയുടെ പ്രസാദം ദാ വാങ്ങിക്കോളൂ. എന്താ ശ്രീനി? ഈ പടച്ചോറ് കഴിച്ച് ഐശ്വര്യമായിട്ട് വ്രതം അവസാനിപ്പിക്കാം. വരിക. എല്ലാവരും ചെയ്യുന്നത് പോലെ ഒന്ന് കൈയെടുത്ത് തൊഴുതാ നിനക്ക് എന്താ കുഴപ്പം? മനുഷ്യന് വിശന്നിട്ട് തല കറങ്ങുന്നുണ്ട്. അപ്പോഴാ ഇനി ഇന്നത്തെ ദിവസം വ്രതം എടുത്ത പെൺകുട്ടികളുടെ ഭർത്താക്കന്മാര് വന്ന് പ്രസാദച്ചോറ് വാങ്ങാം. കിഷോറെ, മടിച്ചു നിൽക്കാതെ ചെന്ന് പ്രസാദം വാങ്ങ്. ശ്രീനി, ചെന്ന് വാങ്ങ്. ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ. എന്താ, എന്തു പറ്റി? ഇത്രയും നേരമായിട്ട് ആളെത്തിയില്ലേ? അത് പിന്നെ വരാൻ ഇത്തിരി വൈകും. കാക്കണോ അതോ ചടങ്ങ് തുടരണോ? എന്താ ഇപ്പൊ വേണ്ടത്? അല്ല, പോറ്റി ചടങ്ങുകൾ നടത്തിക്കോളൂ. ഇവളുടെ വ്രതം മുറിക്കുന്ന ചടങ്ങ് അവൻ വന്നതിന് ശേഷം നടത്താം. ഗിരി വരാനൊന്നും പോകുന്നില്ല. ഗിരി നാളെ തിരിച്ചെത്തുന്നതുവരെ ഇവളീ വ്രതം തുടരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ദമ്പതിമാരുടെ ചടങ്ങുകൾ ആദ്യം നടത്താം. അല്ലേ കാദംബരിയമ്മേ? അതെ, അങ്ങനെയാവട്ടെ. എല്ലാവരും ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിച്ച് ദാമ്പത്യ സൗഖ്യം നൽകണേന്ന് പ്രാർത്ഥിച്ച് പ്രസാദച്ചോറ് ഒരു ഉരുളിയെടുത്ത് ഭാര്യമാർക്ക് കഴിക്കാനായി നൽകുക. കഴിച്ചു. എനിക്ക് വേണ്ടി ശ്രീയും പട്ടിണി ഇടുന്നതല്ലേ? നീ വിഷമിക്കാതെ, അവൻ വരും. അതിനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് ഒപ്പിച്ചിട്ടില്ലേ? ഇനി ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലണം. ഓം ശിവായ നമഃ, ഓം മഹേശ്വരായ നമഃ, ഓം ശംഭുവേ നമഃ, ഓം പിനാകിനിയേ നമഃ, ഓം ശശിശേഖരായ നമഃ, ഓം വാമദേവായ നമഃ, ഓം നീലലോഹിതായ നമഃ. എങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള
ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരളത്തിൽ നിന്നും ഖത്തറിലേക്ക് പുറപ്പെട്ട വിമാനം എഞ്ചിൻ തകരാറ് മൂലം ക്രാഷ് ലാൻഡ് ചെയ്തു. വിമാനം പരിപൂർണമായും കത്തിയമരുകയായിരുന്നു. വിമാനത്തിലുണ്ടായ യാത്രക്കാർ എല്ലാവരും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. 117 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ടേക്ക് ഓഫ് ചെയ്ത ഉടനെയായിരുന്നു അപകടം. ഫ്ലൈറ്റ് വിങ്സിന് തീ പിടിച്ചത് കണ്ട പൈലറ്റ് ATCയുമായി ബന്ധപ്പെടുകയും വിമാനം വീണ്ടും ഇറക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുമ്പ് വിമാനത്തിൽ തീ പടരുകയും ക്രാഷ് ലാൻഡ് ചെയ്തു എന്നാണ് കണ്ടുനിന്നവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാരും തിരിച്ചു വരുന്നതിന് മുമ്പ് 2 അടിച്ചോ, അല്ലേ പിന്നെ ഇന്നിനി നോക്കണ്ട. അവരുടനെ ഒന്നും തിരിച്ചെത്താൻ പോകുന്നില്ല. അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോ ഒരു നേരാവുങ്ങളെ. അത് ശരിയാ, നിന്റെ അച്ചമ്മയുടെ ഏർപ്പാടല്ലേ. മനുഷ്യനെ മെനക്കെടുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താടാ? ഖത്തറിലേക്ക് പോയ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി. നമ്മുടെ ഗിരി ആ ഫ്ലൈറ്റിലാണ് പോയത്. തിരുവനന്തപുരത്ത് നിന്നും 4 മണിക്ക് ടേക്ക് ഓഫ് ചെയ്ത ഖത്തറിലേക്കുള്ള വിമാനമാണ് ദുരന്തത്തിനിരയായത്. യാത്രക്കാരും രക്ഷപ്പെട്ടിട്ടില്ല. 117 യാത്രക്കാരും വിമാനത്തിനൊപ്പം കത്തിയമരുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു. ഉറപ്പാണോടാ മോനെ? കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ ദൈവം കൊണ്ട് അടുപ്പിച്ചു തരുമെന്നേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളെ. ഇന്നത്തെ ദിവസം ശരിക്കും മംഗളകരമായ ഒന്നാവുമെന്ന് ഇപ്പോഴാ എനിക്ക് ബോധ്യമായത്. ഓം പശുപതായേ നമഃ. ഓം പശുപതായേ നമഃ. ഓം ദേവായേ നമഃ. ദേവായ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാദേവായ ഓം വിരൂപാക്ഷായ നമഃ. ആക്കു ഇവിടെ പൂജ നടക്ക വരുന്നില്ലേ? അയ്യോ അക്കു, എന്താ എന്താ പറ്റിയേ? ഇനി എല്ലാവരും ദമ്പതികളെ പൂക്കൾ അർപ്പിച്ച് അനുഗ്രഹിച്ചോളൂ. ഇനി സിന്ദൂരം ഭാര്യമാരുടെ സീമന്തരേഖയിൽ തൊടിയിക്കുക.
ഇനിയിപ്പോ നീ ഗിരിയെ കാക്കണ്ട. നീ തൊഴുത് വ്രതം അവസാനിപ്പിച്ചേക്ക്. എന്താ അച്ഛമ്മ തന്നെ നീ വേദിച്ചോറൂട്ടി അവളുടെ വ്രതം അവസാനിപ്പിച്ചേക്ക്. കാക്കണ്ട അച്ഛമ്മ. ഗിരി എന്താ സ്നേഹ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, നീ വന്നല്ലോ തക്കളു. എത്ര നേരായി സുമിമോള് കാത്തിരിക്കുന്നേ. ഭാര്യ എന്നൊരു പദവി തന്നു പോയിന്ന് വെച്ച് തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസായി അതിനെ കണക്കാക്കരുത്. ഗിരി, ഞാൻ ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. എന്റെ ജോലി തിരക്കുകളെയും ബിസിനസിനെയും തമാശയായിട്ടാണോ നീ കണ്ടിരിക്കുന്നത്? അതൊക്കെ പിള്ളേരുകളിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് സുമിത ചെയ്തത് ഒരു കാലത്തും മാപ്പർഹിക്കാത്ത തെറ്റ്. നീ കാരണം ഇന്ന് എനിക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല നിനക്ക്. മോനെ, അവള് അച്ഛമ്മ ഇതിൽ ഇടപെടണ്ട. ഇവളെന്താ ചെയ്തെന്നറിയോ? ഖത്തറിലേക്ക് പോകാൻ എയർപോർട്ടിൽ പോയ എന്റെ പാസ്പോർട്ട് സ്വന്തം സ്ഥാനത്ത് നിന്നാ മതി സുമിത. ആവശ്യമില്ലാതെ അമിത സ്വാതന്ത്ര്യം എടുക്കരുത് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാ, മേലിൽ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഒരു കാര്യം പറയണ്ട, ചത്തത് നിന്റെ സ്വന്തം ചേട്ടനല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് സ്വന്തമായിട്ട് വേണം കരുതാൻ. ആകാശ് ഇപ്പൊ അവിടെ പോയി എല്ലാ വിവരവും പറയും. അപ്പൊ പിന്നെ നെഞ്ചത്തടിയും കൂട്ടവിളിയും തുടങ്ങും. അപ്പൊ വേണം കരഞ്ഞുകൊണ്ട് നിന്റെ മാസ് എൻട്രി. ഒന്നുമില്ലെങ്കിലും ഗിരിധർ നമ്പ്യാരുടെ കസേരയിൽ ഇരിക്കാൻ പോകുന്നത് ഞാനാണല്ലോ. അല്പം കരഞ്ഞഭിനയിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതെ അതെ, ഇനിയെല്ലാം നമ്മുടെ കയ്യിലാണല്ലോ. എന്റെ മിക്സഡ് ഭഗവാനെ, KK അംബരീഷ്, മാനേജിംഗ് ഡയറക്ടർ, SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കേൾക്കാൻ തന്നെ എന്തൊരു സുഖം.
ജീവനോടെ നിന്നെ എങ്ങനെ കാണാൻ കിട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. എന്റെ ഗിരി, ആ വാർത്ത അറിഞ്ഞത് മുതൽ ഇത്രയും നേരം ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എനിക്കറിയില്ലടാ. അക്കു എന്നെ വിളിച്ച് ആ പ്ലെയിൻ ക്രാഷിന്റെ കാര്യം പറഞ്ഞതു മുതൽ ആകെ തകർന്നിരിക്കായിരുന്നു ഞാൻ. ഗിരിയെ ഇവിടെ എന്റെ കൺമുന്നിൽ കണ്ട നിമിഷം മുതൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാനും. ഏട്ടാ, എന്റെ പൊന്നേട്ടാ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എന്ത് പ്ലെയിൻ ക്രാഷ്? എടാ, നീ യാത്ര ചെയ്യാനിരുന്ന ഫ്ലൈറ്റ് അത് ക്രാഷ് ലാൻഡ് ചെയ്തു ഗിരി. ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. ഞാനിതൊന്നും അറിഞ്ഞില്ല. പാസ്പോർട്ട് ഇല്ലാത്തതിന്റെ പേരിൽ യാത്ര മുടങ്ങി. ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോരുകയായിരുന്നു. എന്റെ ദേവി, നീ കാത്തു. എന്റെ മഹാദേവ, നീ വരുത്തുന്നതെല്ലാം നല്ലതിന്. സുമിമോളുടെ വ്രതത്തിന്റെ ഒരുപാട് തീർക്കാം, അങ്ങനെയല്ലേ? സുമി, ഭാര്യയുടെ നെറ്റിയിൽ ആ സിന്ദൂരം തൊടിയിച്ചോളൂ. ഭർത്താവിന് ചന്ദനം ചാർത്താം. മോനെ, ഇതിൽ നിന്ന് ഒരു ഉരുള ചോറെടുത്ത് മോളുടെ വായിൽ വെച്ചു കൊടുക്ക്. അവളുടെ തിങ്കളാഴ്ച വ്രതം അവസാനിക്കട്ടെ. സർവം ശുഭം മംഗളം. ഈശ്വര.